സുമോദ്, അതോടൊപ്പം തന്നെ ഇന്നത്തെ എക്സിറ്റ് പോളിന്റെ വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ മമതാ ബാനർജി വീഴും എന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. പക്ഷേ വലിയ ഒരു ഡിഫറൻസ് BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഇല്ല എന്നും പറയുകയും ചെയ്യുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2021 തെറ്റിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ തെറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആശ്വാസത്തിലാണോ TMC ഉള്ളത്? നൗഫൽ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെയാണ് TMCയും പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ തെറ്റിയിട്ടുണ്ട്, നിയമസഭയിൽ തെറ്റിയിട്ടുണ്ട്. 2021 ആകെ ഒരു ഏജൻസി മാത്രമാണ് ഇവർ TMC ഭരിക്കാനുള്ളൊരു ഭൂരിപക്ഷം TMCക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ പോലും 200 സീറ്റ് കടക്കും എന്നുള്ള കാര്യം ആരും പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ചില ഏജൻസികൾ BJPയുടെ സാധ്യത മാത്രമല്ല അവർക്ക് സീറ്റുകൾ വാരിക്കോരി നൽകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പാടെ തകർന്നതായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് പലയിടത്തും TMC ജയിച്ചിരുന്നു. പക്ഷേ ആ ബൂത്തുകളിലെല്ലാം ഇപ്പോൾ നിരവധി വോട്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഇത് പലപ്പോഴും 57 വോട്ടിന് മാത്രം ജയിച്ചതുകൊണ്ട് 860 വോട്ടിന് മാത്രം ജയിച്ചതുകൊണ്ട് അങ്ങനെയുള്ള സീറ്റുകളിലെല്ലാം ഈ വോട്ട് റദ്ദാക്കൽ വളരെ ദോഷകരമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലും ടുഡേയ്സ് ചാണക്യ, അതായത് കഴിഞ്ഞ തവണ കൃത്യമായി TMC അധികാരത്തിലെത്തും എന്ന് പ്രവചിച്ചിരുന്ന ഒരു ഏജൻസിയാണ്. അവരുടെ റിസൾട്ട് വന്നിട്ടില്ല. അത് 6:30-ക്കാണ് പുറത്തുവിടുന്നത്. ഇതുകൂടാതെ ഈ ആക്സിസ് മൈ ഇന്ത്യ അവരുടെ റിസൾട്ട് ബംഗാൾ ഒഴികെ ഉള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളാണ് വിട്ടത്. ബംഗാളിലതും വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു കൂടുതൽ കൃത്യതയുള്ള ഇതുവരെ ഒരു പാസ്റ്റാണ് അവർക്കുള്ളത്. ആ തരത്തിലുള്ള ഏജൻസികളുടെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം എന്ന നിലയിലാണ് പ്രതിപക്ഷം നിലയുറപ്പിച്ചിരിക്കുന്നത്. 90 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട ബംഗാളിൽ ഒരുപക്ഷെ BJP ജയിച്ചാലും അത് അത്ഭുതപ്പെടാനില്ല എന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.